ഹായ് ഡിസൈനേഴ്സ്, ആദ്യം തന്നെ എല്ലാവർക്കും ഒരുപാട് സ്നേഹം. നമ്മുടെ യൂട്യൂബ് ചാനൽ ഏകദേശം 37,000-ഓളം സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ്. അതിലും വലിയ സന്തോഷം എന്താന്ന് വെച്ചാൽ നമ്മുടെ ഇല്ലുസ്ട്രേറ്റർ ട്യൂട്ടോറിയൽ ഒരുപാട് നല്ല റിവ്യൂസ്, കമന്റ്സ് ഒക്കെ വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ റിവ്യൂസ് അല്ലെ കമന്റ്സ് വായിക്കുമ്പോൾ ഇനിയും നമുക്ക് വീഡിയോ ചെയ്യണം, ഇനിയും ഒരുപാട് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണം എന്നുള്ളൊക്കെ ഒരു മോട്ടിവേഷൻ ആണ് ശരിക്കും കിട്ടുന്നത്. വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗ്രേഡിയന്റ് മെഷ് ടൂളിനെ പറ്റിയാണ്. സാധാരണയായിട്ട് ഈ ഒരു ടൂൾ യൂസ് ചെയ്യുന്നത് ഒബ്ജക്റ്റുകൾക്ക് ഷെയ്ഡ് കൊടുക്കുക, അതായത് നിറങ്ങൾ കൊടുക്കാനും പിന്നെ ഷേഡോ അല്ലെങ്കിൽ നിഴലുകൾ ഒക്കെ ക്രിയേറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിവിടെ അഡോബി ഇല്ലുസ്ട്രേറ്റർ ഓപ്പൺ ചെയ്യാണ്. അഡോബി ഇല്ലുസ്ട്രേറ്റർ എന്ന് ഓപ്പൺ ആയിട്ട് വരുമ്പോഴത്തേനും കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. നമ്മൾ മുമ്പ് ഇല്ലുസ്ട്രേറ്ററിന്റെ 19ഓളം ക്ലാസ്സസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ 20ാമത്തെ ക്ലാസ് ആണ്. അതുകൂടാതെ ഫോട്ടോഷോപ്പിന്റെ ഒരുപാട് ക്ലാസ്സസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇല്ലുസ്ട്രേറ്റർ അല്ലെങ്കിൽ ഫോട്ടോഷോപ്പ്, ഗ്രാഫിക് ഡിസൈനിങ്ങിനോടൊക്കെ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്കത് കണ്ടു മനസ്സിലാക്കാം. ഇനിയിപ്പോൾ നിങ്ങളൊരു തുടക്കക്കാരനാണ്, അയ്യോ എന്നെ കൊണ്ടൊന്നും ഇതൊന്നും പറ്റില്ല എന്ന് വിചാരിക്കുന്ന ആളുകളാണെങ്കിൽ എല്ലാവരും തുടക്കക്കാരനായിരുന്നു ഒരു കാലഘട്ടത്തിൽ. പിന്നീടാണ് നമ്മൾ പഠിച്ചെടുത്ത് നമ്മൾ അതിൽ എക്സ്പേർട്ട് ആവുന്നത്. സോ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് പഠിക്കുന്ന അല്ലെങ്കിൽ പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ വളരെ കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കുന്ന പോലെയാണ് ക്ലാസ് യൂട്യൂബിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ പഠിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മുടെ ഇല്ലുസ്ട്രേറ്റർ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് ഇന്റർഫേസ്. നമ്മുടെ ഇന്റർഫേസും ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മുമ്പത്തെ ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഞാൻ ഒന്നുകൂടെ പറയാം. ഇപ്പോൾ ഓപ്പൺ ആയിട്ട് വന്നിട്ടുള്ള വിൻഡോ ആണ് വെൽക്കം വിൻഡോ എന്ന് പറയുന്നത് ഇല്ലുസ്ട്രേറ്ററിന്റെ. നമ്മൾ ചെയ്ത റീസെന്റ് ആയിട്ടുള്ള വർക്ക്സ് കാര്യങ്ങളൊക്കെ കാണിക്കും. പിന്നെ ഈ സൈഡിൽ ലോഗോ, ന്യൂ ഫയൽ ഓപ്പൺ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഞാനത് വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് ടൂളിലേക്ക് കടക്കാം. നമുക്ക് ആദ്യം ഒരു ക്യാൻവാസ് ക്രിയേറ്റ് ചെയ്യണം അല്ലേ. അതിന് വേണ്ടിയിട്ട് ഒന്നില്ലെങ്കിൽ ഫയലിൽ ന്യൂ എടുക്കുക, അതും അല്ലെങ്കിൽ ഇവിടെ ന്യൂ ഫയൽ അല്ലെങ്കിൽ ക്രിയേറ്റ് ന്യൂ എന്ന് കാണും, ക്ലിക്ക് ചെയ്യുക. അതും അല്ലെങ്കിൽ Ctrl+N കീബോർഡിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ന്യൂ ഡോക്യുമെന്റ് വിൻഡോ വരും. ന്യൂ ഡോക്യുമെന്റ് വിൻഡോ എന്താണെന്ന് വെച്ചാൽ പുതിയ ക്യാൻവാസ് ക്രിയേറ്റ് ചെയ്യാനുള്ള മെഷർമെന്റ്സ് എടുക്കാനുള്ള വിൻഡോയാണ്. ഓക്കെ, അപ്പൊ നമുക്കിവിടെ വെബ്, പ്രിന്റ്, ഫിലിം എന്നൊക്കെ പറഞ്ഞിട്ട് ഡീഫോൾട്ട് ആയിട്ട് ഓൾറെഡി ഇല്ലുസ്ട്രേറ്ററിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള കുറച്ച് പ്രീസെറ്റുകൾ കാണിക്കും. അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് കസ്റ്റം ആയിട്ട് കൊടുക്കണമെങ്കിൽ ഇവിടെ പ്രീസെറ്റ് ഡീറ്റെയിൽസ് ഉണ്ടാവും. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളെ ക്യാൻവാസിന്റെ നെയിം കൊടുക്കാം, അതുപോലെ തന്നെ വിഡ്ത്തും ഹൈറ്റ് ഒക്കെ കൊടുക്കാം, ഏത് യൂണിറ്റിലാണ് വേണ്ടത്, ഓറിയന്റേഷൻ പോർട്രേറ്റ് വേണോ, ലാൻഡ്സ്കേപ്പ് വേണോ, കളർ മോഡ് CMYK, അതായത് ഫോർ പ്രിന്റിങ്ങിന് വേണ്ടിയിട്ടാണെങ്കിൽ CMYK കൊടുക്കാം. ഓക്കെ, അപ്പൊ ഞാൻ A4 ആണ് എടുക്കുന്നത്. A4ൽ ഞാനിപ്പോൾ ഇഞ്ചസ് ആണ് സെലക്ട് ചെയ്യുന്നത്. എനിക്ക് ഓറിയന്റേഷൻ വേണ്ടത് ലാൻഡ്സ്കേപ്പ് ആണ്. CMYK വേണ്ട, നമുക്ക് RGB മതി. കാരണം നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ മെഷ് ടൂള് യൂസ് ചെയ്തിട്ട് ഒരു ഒബ്ജക്റ്റ് കളർ ചെയ്യുക എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അല്ലേ. ക്രിയേറ്റ് കൊടുക്കുക. ഇപ്പൊ ക്രിയേറ്റ് ആയി വരുന്നത് ഒരു A4 ലാൻഡ്സ്കേപ്പ് ക്യാൻവാസ് ആയിരിക്കും. പിന്നെ ഒരു കാര്യം, കീബോർഡിൽ സ്പേസ് അമർത്തി കഴിഞ്ഞാൽ ഒരു ഹാൻഡ് ടൂൾ ആക്റ്റീവ് ആയി വരും. സ്പേസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ പാൻ ചെയ്യാൻ വേണ്ടി പറ്റും നമ്മുടെ ക്യാൻവാസിനെ. അപ്പോൾ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് വരയ്ക്കുന്ന സമയത്തൊക്കെ അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ ഓൾട്ട് യൂസ് ചെയ്തിട്ട് മൗസിന്റെ സ്ക്രോളർ ബട്ടൺ മുകളിലോട്ട് സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ സൂം ചെയ്യാനും, താഴോട്ട് സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സൂം ഔട്ട് ചെയ്യാനും വേണ്ടി പറ്റും. Ctrl+0 കൊടുത്തു കഴിഞ്ഞാൽ സ്ക്രീനിൽ ഫിറ്റ് ആയിട്ട് ക്യാൻവാസ് വരും. ഓക്കെ, നമ്മൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഷോർട്ട് കട്ടുകൾ പറഞ്ഞു പോകുന്നത് നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആവും. മെയിനായിട്ട് നമ്മുടെ ട്യൂട്ടോറിയൽസ് എല്ലാം ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എക്സ്പേർട്ട് ആയുള്ള ആളുകൾ നമ്മുടെ ട്യൂട്ടോറിയൽ കാണുകയാണെങ്കിൽ കുറച്ച് ബോറിംഗ് ആയിട്ട് തോന്നും. കാരണം ഈ പറയുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും എടുത്തു പറയുമ്പോഴുള്ള ഒരു ബോറിംഗ് എന്തായാലും ഫീൽ ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് മെഷ് ടൂൾ എടുക്കണം. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഈ കാണുന്നതാണ് മെഷ് ടൂൾ. ഒരു റെക്റ്റാങ്കിൾ ഐക്കണോട് കൂടിയിട്ട് U ആണ് ഷോർട്ട് കട്ട് വരുന്നത് മെഷ് ടൂളിന്റെ. ഞാൻ നേരത്തെ പറഞ്ഞു മെഷ് ടൂൾ യൂസ് ചെയ്യുന്നത് ഒബ്ജക്റ്റിന് കളർ കൊടുക്കാൻ, അല്ലെങ്കിൽ ഷെയ്ഡ് കൊടുക്കാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ചിത്രങ്ങൾ ട്രേസ് ചെയ്തുകൊണ്ട് കളർ ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു ഷേഡോ അല്ലെങ്കിൽ നിഴലുകൾ ക്രിയേറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ട്രേസ് ചെയ്യേണ്ട ഇമേജ് നമ്മുടെ ക്യാൻവാസിലേക്ക് ഇമ്പോർട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് മെനു ബാറിൽ ഫയൽ എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക. അതിന് താഴോട്ട് പോയി കഴിഞ്ഞാൽ പ്ലേസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. Shift+Ctrl+P ആണ് ഷോർട്ട് കട്ട്. അത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു ആപ്പിളാണ് ഇവിടെ ഒബ്ജക്റ്റ് ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, ഞാൻ പ്ലേസ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നോക്കിയാൽ എൻ്റെ കേഴ്സറിനൊപ്പം ആ ഒബ്ജക്റ്റിന്റെ ചെറിയൊരു ചിത്രം കൂടി കാണിക്കുന്നതായിട്ട് കാണാം. ഇതിനർത്ഥം നമ്മൾ എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ആ ആപ്പിൾ നമുക്ക് അവിടെ പ്ലേസ് ചെയ്യാൻ വേണ്ടി പറ്റും. കണ്ടോ? അപ്പോൾ
നമുക്ക് പിന്നീട് അതിനെ അഡ്ജസ്റ്റ് ചെയ്യാനും ഷിഫ്റ്റ് യൂസ് ചെയ്തിട്ട് റീസൈസ് ചെയ്യാനും പറ്റും. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത് ട്രേസ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഷിഫ്റ്റ് യൂസ് ചെയ്തിട്ട് കുറച്ചുകൂടെ ഒന്ന് വലുതാക്കി വെക്കുന്നുണ്ട്. അപ്പൊ കുറച്ചുകൂടി വിസിബിൾ ആയിരിക്കും, ട്രേസ് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് ഒരു ക്രോസ് ബാർ പോലെ കാണും. അതെന്താന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഒരു ഇമേജ് എക്സ്റ്റേണൽ കോണ്ടന്റ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഫയലായിട്ടാണ് കിടക്കുന്നത്. അതായത് നമ്മൾ പുറത്തുനിന്ന് എടുത്തൊരു ഫയലായിട്ടാണ് കിടക്കുന്നത്. ഇപ്പൊ ഇല്ലുസ്ട്രേറ്ററിനോട് ലയിപ്പിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഇല്ലുസ്ട്രേറ്റർ ഡോക്യുമെന്റ് ആക്കിയിട്ട് അത് മാറ്റണമെങ്കിൽ എംബഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്ക് ഇവിടെ ഓപ്ഷണൽ മെനു ബാറിൽ കാണാം. ആ എംബഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ആ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം അവിടെ അൺഎംബഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണിക്കും. ഇപ്പോൾ നമ്മുടെ ഇമേജ് ഇല്ലുസ്ട്രേറ്റർ ഫയലിനോട് ചേർന്നാണ് ഇരിക്കുന്നത്, അതല്ലെങ്കിൽ അതൊരു ഇല്ലുസ്ട്രേറ്റർ ഡോക്യുമെന്റ് ആയി എന്ന് പറയാം. ഓക്കെ, ഇനി നമുക്കിത് ഇനിയും സൂം ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ സൂം ടൂൾ ഉണ്ട്. കീബോർഡ് ഇസഡ് അമർത്തുകയാണെങ്കിൽ ജസ്റ്റ് ആ ഇമേജിൽ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ സൂം ആവുന്നതായിട്ട് കാണാം. അതുപോലെ ക്ലിക്ക് ചെയ്ത് താഴോട്ട് ഡ്രാഗ് ചെയ്താലോ അത് സൂം ഔട്ട് ആയി കാണാം. കൺട്രോൾ 0 അമർത്തി കഴിഞ്ഞാൽ ഫിറ്റ് ഓൺ സ്ക്രീൻ ആവുന്നതായിട്ടും കാണാം. ഇനി നമുക്കിത് ട്രേസ് ചെയ്യണം. ട്രേസ് ചെയ്യുന്ന സമയത്ത് ഇത് അങ്ങോട്ടോ ഇങ്ങോട്ടോ ചലിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് ലോക്ക് ചെയ്യാം. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വിൻഡോസിൽ ലെയേഴ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. ഇതിലിവിടെ ഒരു ടോഗിൾ ഐക്കൺ കാണാം. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ലോക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. എന്നിട്ട് ന്യൂ ലെയർ എടുക്കുന്ന അതിൽ ക്രിയേറ്റ് ന്യൂ ലെയർ എന്ന് പറഞ്ഞൊരു ഐക്കൺ ഇവിടെ കാണാം. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ ലെയർ എടുത്തിട്ട് നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റും. അതും അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ അൺലോക്ക് ചെയ്തിട്ടുണ്ട്. അതും അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് കൺട്രോൾ 2 കീബോർഡിൽ 2 എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ ലോക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പൊ നോക്കി എങ്ങോട്ടും അനക്കാൻ വേണ്ടി പറ്റില്ല. ഇനി ഇത് അൺലോക്ക് ചെയ്യണമെന്ന് വിചാരിക്കാം. കൺട്രോൾ ഓൾട്ട് 2 അതായത് 2 അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് അൺലോക്ക് ചെയ്യാനും വേണ്ടി പറ്റും. അപ്പൊ തൽക്കാലം നമുക്ക് ലോക്ക് ചെയ്യാൻ നമുക്ക് ട്രേസ് ചെയ്തെടുക്കണം അല്ലേ. കൺട്രോൾ 2 കൊടുത്ത് ഞാൻ അത് ലോക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കിത് ട്രേസ് ചെയ്യണം അല്ലേ. ട്രേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പെൻ ടൂൾ എടുക്കാം. ഇവിടെ നമുക്ക് കാണാം പെൻ ടൂൾ ഉണ്ട്. പി ആണ് ഷോർട്ട് കട്ട്. കീബോർഡിൽ നമുക്ക് പി അമർത്തി കഴിഞ്ഞാൽ പെൻ ടൂൾ സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്കിത് ട്രേസ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ട്രേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനത് ഇവിടെ ക്ലിക്ക് ചെയ്തു. ഞാനിത് മൊത്തമായിട്ട് ട്രേസ് ചെയ്യുന്നില്ല കേട്ടോ. ഞാൻ ഈ ഒരു ഷേപ്പിലാണ് ട്രേസ് ചെയ്യുന്നത്. കാരണം ഇതൊരു ട്യൂട്ടോറിയൽ ആയതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് നമുക്ക് ട്രേസ് ചെയ്തെടുക്കണം. അല്ലെങ്കിൽ വീഡിയോ ലെങ്ത് ആയി കഴിഞ്ഞാലും ബോറടിക്കും. അപ്പം നിങ്ങൾ ചെയ്യുന്ന ടൈമിൽ കുറച്ച് സമയം എടുത്തിട്ട് വർക്ക് ചെയ്യാൻ ശ്രമിക്കുക. വളരെ സമയം എടുത്ത് ട്രേസ് ചെയ്ത് കറക്റ്റായിട്ട് ചെയ്യാൻ നോക്കാം. നിങ്ങൾക്ക് പെൻ ടൂൾ യൂസ് ചെയ്യാൻ അറിയില്ലെങ്കിൽ നമ്മൾ ഓൾറെഡി പെൻ ടൂളിൻ്റെ ട്യൂട്ടോറിയൽ ചെയ്തിട്ടുണ്ട്, കണ്ടു നോക്കാം. ഇവിടെ നിങ്ങൾ കണ്ടോ ട്രേസ് ചെയ്തപ്പോൾ ഫിൽ കളറ് വൈറ്റ് ആയിട്ട് ഡീഫോൾട്ടായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ആ ഡീഫോൾട്ട് ആയിട്ടുള്ള കളർ കളയണം. നമുക്ക് വേണ്ടെങ്കിൽ നമ്മുടെ കീബോർഡിൽ സ്ലാഷ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ ഐക്കൺ വരുന്നൊരു ബട്ടൺ ഉണ്ട്. അത് അമർത്തി കഴിഞ്ഞാൽ നമുക്കിങ്ങനെ അത് റിമൂവ് ചെയ്ത് കളയാൻ വേണ്ടി പറ്റും. ഇനി നമുക്ക് ഇതിലേക്ക് മെഷ് ആഡ് ചെയ്യാന്നുള്ളതാണ്. നമ്മളിപ്പോൾ പഠിക്കുന്ന മെഷ് ടൂളിനെ കുറിച്ചാണ്. മെഷ് എന്തിനാണ് ആഡ് ചെയ്യുന്നത്? ഇതിലേക്ക് കളേഴ്സിനെ ആഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് മെഷ് ടൂൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ തൽക്കാലം നമ്മൾ ഈ വരച്ചെടുത്തത് മറ്റൊരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കുക. അതിനുവേണ്ടി സെലക്ഷൻ ടൂൾ സെലക്ട് ചെയ്യുക. V ആണ് ഷോർട്ട് കട്ട്. ദെൻ ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു സെലക്ഷൻ ടൂൾ യൂസ് ചെയ്ത് ക്ലിക്ക് ചെയ്തിട്ട് ഇതിനിങ്ങനെ ഞാൻ ഈ ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് മെഷ് ടൂൾ യൂസ് ചെയ്യാന്നുള്ളതാണ്. നമ്മുടെ ടൂൾ ബോക്സിൽ ഈ ഒരു ഭാഗത്തായിട്ട് മെഷ് ടൂൾ കാണുന്നുണ്ട്. U ആണ് ഷോർട്ട് കട്ട്. അപ്പോൾ നിങ്ങൾക്ക് കീബോർഡിൽ U അമർത്തിക്കൊണ്ടും സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി മെഷ് ടൂൾ യൂസ് ചെയ്തിട്ട് നമുക്ക് നോക്കിയേ ഈ ഒരു ക്യാൻവാസിന്റെ എവിടെ കൊണ്ടുപോയി കഴിഞ്ഞാലും ഒരു എറർ ഐക്കണാണ് നമ്മുടെ കേഴ്സറിന്റെ ഒപ്പം കാണിക്കുന്നത്. നേരെ മറിച്ച് ആ ഒരു പാത്തിന്റെ എഡ്ജിലേക്ക് കൊണ്ടുപോകുമ്പോൾ കണ്ടോ ഒരു ഗ്രിഡിന്റെ ഒരു ഐക്കൺ കാണിക്കുന്നുണ്ട്. അതാണ് മെഷ് ടൂളിന്റെ ഐക്കൺ. നമുക്ക് വേണ്ട രീതിയിൽ നമുക്ക് ആ ഗ്രിഡ് ആഡ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ മെഷ് ആഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ എഡ്ജസ്റ്റുകളായിട്ട് ഇങ്ങനെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ആഡ് ചെയ്യാം. ഇപ്പൊ നോക്കിയേ ഡീഫോൾട്ടായിട്ട് വൈറ്റ് കളർ വന്നിട്ടുണ്ട്. അതായത് മെഷ് ടൂൾ യൂസ് ചെയ്യുന്ന ടൈമിൽ ഫില്ല് നമുക്ക് ഒരിക്കലും ഒഴിവാക്കിയിടാൻ വേണ്ടി പറ്റില്ല. അതായത് നോ ഫിൽ അല്ലെങ്കിൽ കളർ ഇല്ലാത്ത ഒരു അവസ്ഥ ഒരിക്കലും നമുക്ക് ഉണ്ടാകില്ല. സോ ഓട്ടോമാറ്റിക്കലി വൈറ്റ് കളർ ഡീഫോൾട്ടായിട്ട് വന്നിട്ടുണ്ട്. എഡ്ജസിലായിട്ട് മെഷ് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിപ്പോൾ വെർട്ടിക്കലായിട്ടാണ് കേട്ടോ മെഷ് ആഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഹൊറിസോണ്ടലായിട്ടും മെഷ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം വേണ്ട മെഷസ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട കളേഴ്സ് ഫില്ല് ചെയ്യാണ് വേണ്ടത് അല്ലേ. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 2 മെത്തേഡ്സ് ഉണ്ട് കളർ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒന്ന് നമുക്ക് ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ യൂസ് ചെയ്യാം. അതായത് A ആണ് ഷോർട്ട് കട്ട്. ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ യൂസ് ചെയ്യാം. എന്നിട്ട് ഇവിടെ കുറേ ആങ്കർ പോയിന്റ്സ് കാണാം. ഞാനത് സൂം ചെയ്ത് കാണിച്ചു തരാം. Ctrl+ യൂസ് ചെയ്തിട്ട് ഞാൻ സൂം ചെയ്യുന്നുണ്ട്. ഇവിടെ കുറേ ആങ്കർ പോയിന്റ്സ് കാണാം. നോക്കിയേ അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കണ്ടോ ഇവിടെ കുറച്ച് സെലക്ഷൻസ് വന്നതായിട്ട് കാണാം. ബാക്കിയുള്ള ഭാഗങ്ങൾ നോക്കിയേ വൈറ്റ് പോയിന്റ്സ് ആയിട്ടും നമ്മൾ സെലക്ട് ചെയ്തത് ഒരു ബ്ലൂ പോയിന്റ് ആയിട്ടും കാണുന്നതായിട്ട് കാണാം അല്ലേ. ഇവിടെ ബ്ലൂ പോയിന്റ് ആയിട്ടും ബാക്കിയുള്ളതൊക്കെ
വൈറ്റ് പോയിന്റ് ആയിട്ടും ആ ബ്ലൂ പോയിന്റ് അല്ലെങ്കിൽ ബ്ലൂ ആങ്കർ പോയിന്റ് കാണിക്കുന്നത് ഇത് സെലക്റ്റഡ് ആണെന്നാണ്. വൈറ്റ് കാണിക്കുന്നതോ ഇത് സെലക്റ്റഡ് അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സെലക്റ്റഡ് ആയിട്ടുള്ള ഭാഗവും സെലക്റ്റഡ് അല്ലാത്ത ഭാഗവും വളരെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ഇതിപ്പോൾ ഞാൻ ഒരൊറ്റ ആങ്കർ പോയിന്റ് ആണല്ലോ സെലക്ട് ചെയ്തത്. എനിക്ക് മൾട്ടിപ്പിൾ ആയിട്ട് ആങ്കർ പോയിന്റ് സെലക്ട് ചെയ്യണമെങ്കിൽ ഷിഫ്റ്റ് യൂസ് ചെയ്തിട്ട് നമുക്കിങ്ങനെ സെലക്ഷൻസ് കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ മൾട്ടിപ്പിൾ ആയിട്ട് നമുക്ക് സെലക്ഷൻ കൊടുക്കാം. ഇനി നമുക്ക് കളർ ചെയ്യണമല്ലേ. കളർ ചെയ്യാൻ വേണ്ടിയിട്ട് ടൂൾ ബാറിൽ ഐ ഡ്രോപ്പർ ടൂൾ കാണാം, അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഏത് ഭാഗത്തെ കളറാണ് ഫില്ല് ചെയ്യേണ്ടത്. ഇപ്പം ഞാൻ താഴത്തെ ഈ പോയിന്റ്സ് ആണ് സെലക്ട് ചെയ്തത്. അപ്പോൾ താഴത്തെ ആ ഭാഗത്തെ കളറ് സെലക്ട് ചെയ്ത് കൊടുക്കുക. നോക്കി ആ ഒരു ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നേരത്തെ ഞാൻ മുകളിലുള്ള ആങ്കർ പോയിന്റ്സ് ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് അവിടെ വന്നത്. ഓക്കെ, ഇത് ഞാൻ ജസ്റ്റ് ഡിഫറൻസ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് എടുത്തത്. ഇനി കൺട്രോൾ Z യൂസ് ചെയ്യാണ്. മറ്റൊരു രീതി, ഇപ്പം നമ്മൾ ഷിഫ്റ്റ് യൂസ് ചെയ്തിട്ടാണല്ലേ മൾട്ടിപ്പിൾ പോർഷൻസ് സെലക്ട് ചെയ്ത്. ഈ മറ്റൊരു രീതി ഉണ്ട് സെലക്ഷന് വേണ്ടിയിട്ട്. അതിന് വേണ്ടി ഇവിടെ ലാസോ ടൂൾ എന്ന് പറഞ്ഞൊരു ടൂള് കാണാം. Q ആണ് ഷോർട്ട് കട്ട്. ആ ടൂൾ യൂസ് ചെയ്തിട്ട് നമുക്ക് വളരെ സുഖമായിട്ട് എവിടെയൊക്കെയാണ് ഫില്ല് ചെയ്യേണ്ടത് ആ ഭാഗം മാത്രം ഇങ്ങനെ വരച്ചു കൊടുക്കുക. അപ്പോൾ നോക്കി ആ ഒരു ഭാഗത്ത് മാത്രമായിട്ട് സെലക്ഷൻ വന്നിട്ടുണ്ടാവും. ബാക്കിയൊക്കെ വൈറ്റ് പോയിന്റ്സും ഈ ഒരു ഭാഗം സെലക്ഷൻ വന്ന ഭാഗങ്ങൾ ഒരു ബ്ലൂ പോയിന്റ് ആയിട്ടും കെടുക്കുന്നതായിട്ട് കാണാം. ഇനി നമുക്ക് ഷോർട്ട് കട്ട് I യൂസ് ചെയ്തിട്ട് ഇങ്ങനെ വേണ്ട ഭാഗങ്ങൾ ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊടുത്താൽ കണ്ടോ ആ ഭാഗം മൊത്തമായിട്ട് നമുക്ക് കളർ ഫില്ല് ചെയ്യാൻ വേണ്ടി പറ്റി. ഇത് മറ്റൊരു മെത്തേഡ്. അപ്പോൾ ഷിഫ്റ്റ് യൂസ് ചെയ്തിട്ടും നമുക്ക് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ കുറച്ച് ഭാഗം മുഴുവനായിട്ട് സെലക്ട് ചെയ്യണമെങ്കിൽ ലാസോ ടൂൾ യൂസ് ചെയ്തിട്ടും സെലക്ട് ചെയ്യാം. ഞാൻ കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ട് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ പോയിന്റ്സ് ആയിട്ടാണ് സെലക്ട് ചെയ്ത് കളർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് ഇനി എങ്ങനെയാണ് ഷെയ്ഡ് ചെയ്യാമെന്ന് നോക്കാം. കുറച്ചുകൂടെ ഞാൻ വലുതാക്കി വെക്കുകയാണ്. ഇനി ഓരോ പോയിന്റ്സ് ആയിട്ട് നമുക്ക് ഷെയ്ഡ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു പിക്ചർ Ctrl+Alt+2 അമർത്തിയിട്ട് ഒന്ന് അൺലോക്ക് ചെയ്തിട്ട് ഇതിന് അടുത്തേക്ക് വെക്കുന്നുണ്ട്. കാരണം കുറച്ചുകൂടി എനിക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ്. Ctrl+2 അമർത്തി വീണ്ടും ഞാൻ അത് ലോക്ക് ചെയ്തു. ഇനി ഓരോ ഭാഗമായിട്ട് നമുക്ക് ഫില്ല് ചെയ്യാം. ഇനി ഡയറക്ഷൻ ടൂൾ സെലക്ട് ചെയ്യുക. ഈ ഒരു പോയിന്റ് ഞാൻ സെലക്ട് ചെയ്യാണ്. ഓക്കെ, ഒരൊറ്റ പോയിന്റ് ഇൻഡിവിജ്വൽ ആയിട്ടാണ് ഞാൻ സെലക്ട് ചെയ്ത് ഫില്ല് ചെയ്യുന്നത്. പക്ഷെ ഇങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരുപാട് സമയം എടുക്കും. നിങ്ങൾക്ക് തീരെ സമയം ഇല്ലെങ്കിൽ നമുക്ക് ലാസോ ടൂൾ യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒന്നിലധികം ആങ്കർ പോയിന്റ് സെലക്ട് ചെയ്തിട്ട് ഷിഫ്റ്റ് യൂസ് ചെയ്തിട്ട് ഒന്നിലധികം ആങ്കർ പോയിന്റ്സ് നിങ്ങൾക്ക് ഇങ്ങനെ സെലക്ട് ചെയ്തിട്ടോ ഫില്ല് ചെയ്യാം. ഓക്കെ, ഇപ്പം ഞാൻ ആദ്യമായിട്ട് ഒരൊറ്റ പോയിന്റ് ആണ് സെലക്ട് ചെയ്യുന്നത്. ഐ ഡ്രോപ്പർ ടൂൾ ഉണ്ട്, I ആണ് ഷോർട്ട് കട്ട്. ഐ ഡ്രോപ്പർ ടൂൾ സെലക്ട് ചെയ്തു. ഈ ഏകദേശം ഈ ഒരു ഭാഗത്തെ കളറാണ് ഫില്ല് ചെയ്യേണ്ടത്. കണ്ടോ ആ ഒരു ഭാഗത്തെ കളർ എനിക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടി പറ്റി. ഇനി നമ്മൾ കളർ സെലക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്, നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ വേണം. കളർ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഐ ഡ്രോപ്പർ ടൂൾ വേണം. രണ്ടിന്റെ ഷോർട്ട് കട്ട് മനസ്സിലാക്കി വെക്കുക. എയും അതുപോലെ തന്നെ I ആണ് ഷോർട്ട് കട്ട് വരുന്നത്. പിന്നെ നമ്മൾ ഈ ഷോർട്ട് കട്ട് മാത്രം യൂസ് ചെയ്തിട്ടായിരിക്കും ഫില്ല് ചെയ്യുക. നമുക്ക് എ യൂസ് ചെയ്തിട്ട് ഈ ഒരു കളർ പിക്ക് ചെയ്യാം. I യൂസ് ചെയ്തിട്ട് ഐ ഡ്രോപ്പർ ടൂൾ എടുത്തിട്ട് ഈ ഒരു കളർ ഭാഗത്തെ സെലക്ട് ചെയ്യാം. എ യൂസ് ചെയ്യുക, ഈ ഒരു എടുക്കുക, I യൂസ് ചെയ്യുക, ഈ ഒരു കളർ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഞാൻ ഇനി കുറച്ചും കൂടി സ്പീഡിൽ ചെയ്യണം. വലിയ ആക്യുറേറ്റ് ആയിട്ടൊന്നും ചെയ്യുന്നില്ല. നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ ആക്യുറേറ്റ് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇവിടെ നോക്കാം, ഞാൻ ഷിഫ്റ്റ് യൂസ് ചെയ്തിട്ട് ഈ നടുവിലുള്ള ഈ പോയിന്റ്സ് സെലക്ട് ചെയ്യാണ്. ഇനി ആ ഒരു ഭാഗത്തിന് I യൂസ് ചെയ്തിട്ട് ഏകദേശം ആ ഒരു ഭാഗം വരുന്ന ഒരു കളർ പിക്ക് ചെയ്യാണ്. കണ്ടോ, ഇങ്ങനെ എളുപ്പത്തിൽ ഷിഫ്റ്റ് യൂസ് ചെയ്തിട്ട് മൾട്ടിപ്പിൾ പോർഷൻസ് നമുക്ക് ഫില്ല് ചെയ്യാം. അതല്ലെങ്കിൽ ലാസോ ടൂൾ യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു പോയിന്റ്സ്, ഈ ഒരു ഭാഗം ഇങ്ങനെ കളർ ഫില്ല് ചെയ്യണമെന്ന് വിചാരിക്കുക. അതിങ്ങനെ സെലക്ട് ചെയ്തിട്ടും നമുക്ക് ആ ഒരു പോർഷൻസ് ഇങ്ങനെ കളർ ഫില്ല് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി സിംഗിൾ ആയിട്ടാണ് കളർ ഫില്ല് ചെയ്യണമെങ്കിൽ സിംഗിൾ ആയിട്ട് ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ സെലക്ട് ചെയ്തതിനു ശേഷം കളർ ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇവിടെ കണ്ടോ ലൈറ്റ് കളേഴ്സ് ആണ് വരുന്നത്. അപ്പം അങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നോക്കി ഇവിടെ ഒരു ഹൈലൈറ്റ് ഉണ്ടല്ലേ, ആ ഹൈലൈറ്റ് നമുക്ക് ഇവിടെയും കൊണ്ടുവരണം എന്ന് വിചാരിക്കാം. അപ്പം ഞാനിത് ലാസോ ടൂൾ യൂസ് ചെയ്തിട്ട് ഒരു ഹൈലൈറ്റിൻ്റെ ഭാഗം ഇങ്ങനെ സെലക്ട് ചെയ്യാണ്. എന്നിട്ട് ആ കളർ ഞാൻ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. കണ്ടോ, ഇവിടെ ഫില്ല് ചെയ്ത് കൊടുത്തു. ഇനി മുകൾ ഭാഗം ലാസോ ടൂൾ തന്നെ യൂസ് ചെയ്തിട്ട് സെലക്ട് ചെയ്യാണ്. ഈ ഒരു കളർ ഫില്ല് ചെയ്ത് കൊടുത്തു. നമുക്ക് ആ ഹൈലൈറ്റ് ക്രിയേറ്റ് ചെയ്യാനും പറ്റി. ഇനി എനിക്കിവിടെ ഒരു ലൈനും കൂടി വേണം. കാരണം ഹൈലൈറ്റ് ഇത്രയില്ലല്ലേ, ചെറുതല്ലേ ഉള്ളൂ. അപ്പോൾ ഇനിയും നമുക്ക് വേണമെങ്കിൽ ആങ്കേഴ്സ് നമുക്ക് ആഡ് ചെയ്യാം മെഷ് ടൂൾ യൂസ് ചെയ്തിട്ട്. അപ്പോൾ മെഷ് ടൂൾ സെലക്ട് ചെയ്യുക, ഹൊറിസോണ്ടലായിട്ട് ഇവിടെ ഇങ്ങനെ ആങ്കർ ക്രിയേറ്റ് ചെയ്യുക. ദെൻ ലാസർ ടൂൾ യൂസ് ചെയ്തിട്ട് ആ ആങ്കേഴ്സ് ഇങ്ങനെ വേണ്ടത് സെലക്ട് ചെയ്യുക. ഐ ഡ്രോപ്പർ ടൂൾ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ
കളറ് സെലക്ട് ചെയ്ത് കൊടുക്കുക. വീണ്ടും ഞാൻ യൂസ് ചെയ്തിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് ഞാൻ മെഷ് ടൂൾ ആഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ മെഷ് ടൂളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ മാറ്റങ്ങൾ വരുത്താം. ആ ഹൈലൈറ്റ്സ് കാര്യങ്ങളൊക്കെ നമുക്കിങ്ങനെ അറേഞ്ച് ചെയ്യാനും വേണ്ടി പറ്റും. നിങ്ങൾക്ക് എഡ്ജസ് ഒക്കെ ചിലപ്പോൾ ഒരേ കളേഴ്സ് ആയിരിക്കും, നല്ല ഡാർക്ക് കളറും ലൈറ്റ് കളറൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഇവിടെ വയ്ക്കിയ ഡാർക്ക് കളറാണ്, ഈ ഭാഗത്തും ഡാർക്ക് കളറാണ്, ഇവിടെയൊക്കെ ലൈറ്റ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ലേസർ ടൂൾ യൂസ് ചെയ്തിട്ട് ആ ഡാർക്ക് കളർ വരുന്ന ഭാഗം മാത്രം ഇങ്ങനെ സെലക്ട് ചെയ്യുക. ദെൻ ഈ ഒരു ഡാർക്ക് കളർ സെലക്ട് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഈ ഒരു പോർഷൻ താഴെയൊക്കെ ഡാർക്ക് കളേഴ്സ് ആണല്ലേ. ഇവിടെ ഹൈലൈറ്റ്സ് കൊടുക്കണം. അപ്പോൾ ഹൈലൈറ്റ്സ് ഈ ഒരു ഭാഗത്തുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗം മാത്രം ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഈ ഒരു ഹൈലൈറ്റ് വരുന്ന കളർ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഇപ്പുറത്തും അതുപോലെ ഹൈലൈറ്റ്സ് ഉണ്ട്. നമുക്ക് ഈ ഒരു പോർഷൻ ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഒരു ഹൈലൈറ്റ്സ് അവിടെ ക്രിയേറ്റ് ചെയ്യുക. കണ്ടോ, നമുക്ക് ഷേഡോ കാര്യങ്ങളൊക്കെ കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു ഞെട്ടുണ്ട് അല്ലേ, അത് വേണമെങ്കിൽ വരച്ചു കൊടുക്കാം നമുക്ക് ഇവിടെ നിന്ന്. ഞാൻ റഫായിട്ടാണ് വരയ്ക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ പെൻ ടൂൾ എടുത്തു, ഒന്ന് സൂം ചെയ്യുന്നുണ്ട്. ഞാൻ വളരെ റഫായിട്ടാണ് കേട്ടോ വരയ്ക്കുന്നത്. ഓക്കെ, അത് വരച്ചു. ഇനി ഒരു ലീഫ് കൂടെ വരയ്ക്കണം. ലീഫ് നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് വരുന്ന പോലെ നമുക്ക് വരയ്ക്കാം. ഓക്കെ, മെഷസ് ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമുക്ക് ഈ ലീഫിനും മെഷസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ലേസർ ടൂൾ യൂസ് ചെയ്തിട്ട് ലീഫിൻ്റെ കളേഴ്സ് ഈ ഒരു ഭാഗം കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള കളർ കൊടുക്കുക. നേരെ ഓപ്പോസിറ്റുള്ള ഭാഗം കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള കളർ കൊടുക്കുക. ഈ കളർ പോരാ, അപ്പോൾ നമുക്ക് ഈ ഒരു കളറൊന്ന് ചേഞ്ച് ചെയ്യാം. ഓക്കെ, ഈ ഒരു ഭാഗത്ത് ഫില്ലായിട്ടില്ല, അപ്പോൾ ആ ഒരു ഭാഗം കൂടി ഫില്ല് ചെയ്ത് കൊടുക്കുക. നമുക്ക് ആ ഒരു തണ്ടിന് കൊടുക്കണം കളേഴ്സ്. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു ഭാഗം നമുക്ക് ലൈറ്റ് കളർ കൊടുക്കാം. ബാക്കിയുള്ള ഭാഗം ലേസർ ടൂൾ തന്നെ യൂസ് ചെയ്ത് സെലക്ട് ചെയ്തിട്ട് ഡാർക്ക് കളേഴ്സ് കൊടുക്കാം. അല്ലെങ്കിൽ സിംഗിളായിട്ട് നമുക്കിങ്ങനെ സൂം ചെയ്തിട്ട് പോയിൻറ്റ്സിൽ സെലക്ട് ചെയ്യുക. ഐ യൂസ് ചെയ്തിട്ട് കളർ ഫില്ല് ചെയ്യുക. ഓക്കെ, ഇങ്ങനെ നമുക്ക് ഒരു ആപ്പിൾ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഇനി ഇതെല്ലാം കൂടി സെലക്ട് ചെയ്തതിന് ശേഷം ഞാൻ Ctrl+G കൊടുത്തിട്ട് ഗ്രൂപ്പ് ചെയ്തു. നമുക്ക് ഈ ഒരു ആപ്പിളിനെ നമ്മുടെ ക്യാൻവാസിൽ നിന്ന് മാറ്റി വയ്ക്കാം, നമ്മുടെ ക്യാൻവാസിലേക്ക് ഈ ഒരു ആപ്പിൾ കൊണ്ടുവരാം. ഓക്കെ, ഞാനിപ്പോൾ ഈ ഒരു കുഴിയും കാര്യങ്ങളൊന്നും വരച്ചിട്ടില്ല, ഒരു ട്യൂട്ടോറിയൽ ആയതുകൊണ്ട് സിമ്പിളായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഷേഡോ ക്രിയേറ്റ് ചെയ്യണം. എലിപ്സ് ടൂൾ എടുത്തിട്ട് ഇതിൻ്റെ അടിയിൽ ഒരു ഷേഡോ ക്രിയേറ്റ് ചെയ്യുകയാണ്. നമുക്ക് ബ്ലാക്ക് ആണ് കളർ വേണ്ടത്. നമ്മളിപ്പോൾ ഡാർക്കാണ് എടുക്കുന്നത്, ബ്ലർ ചെയ്യണം അല്ലേ. അപ്പോൾ മെനു ബാറിൽ എഫക്റ്റ് എടുക്കുക. അതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ബ്ലർ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. ഒരു ക്വസ്റ്റ്യൻ ബ്ലർ കൊടുക്കുക. പിന്നെ ആ ബ്ലറിൻ്റെ ഒപ്പാസിറ്റി കാര്യങ്ങൾ റേഡിയസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, നമ്മൾ ആ ബ്ലർ അവിടെ ആഡ് ചെയ്തു. അപ്പോൾ നോക്കിയേ, എല്ലായിടത്തും ഒരേപോലെയാണല്ലേ കളേഴ്സ് കാര്യങ്ങൾ എടുക്കുന്നത്. അത് തന്നെ നമുക്കൊരു ഓൾട്ട് യൂസ് ചെയ്ത് ഡബിൾ ആക്കാം, ഇത് ഷിഫ്റ്റ് യൂസ് ചെയ്ത് ചെറുതാക്കാം. എന്നിട്ട് അതിങ്ങനെ ഒരെണ്ണം കൂടി ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് വെക്കാം. എന്നിട്ട് അതിൻ്റെ ഒപ്പാസിറ്റി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഇങ്ങനെ അല്ലാതെ കുറേ മെത്തേഡ്സ് ഉണ്ട് കേട്ടോ ഷാഡോ ക്രിയേറ്റ് ചെയ്യാൻ. ഞാനിപ്പോൾ വളരെ സിമ്പിളായിട്ടൊരു മെത്തേഡ് കാണിച്ചെന്നേ ഉള്ളൂ. നമുക്ക് വേണമെങ്കിൽ ഷാഡോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നേരത്തെ ചെയ്ത പോലെ തന്നെ മെഷ് ടൂൾ യൂസ് ചെയ്തിട്ട് നമുക്ക് ഷാഡോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഞാനപ്പോൾ ഈ റെഫറൻസ് ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്തെടുത്തതാണ്. നിങ്ങൾ ചെയ്യുമ്പോൾ വളരെ ആക്യുറേറ്റ് ആയിട്ട് കറക്റ്റായിട്ട് ട്രേസ് ചെയ്ത് വർക്കൗട്ട് ചെയ്യാൻ നോക്കുക. ഏകദേശം ഈ ഒരു ടൂളിൻ്റെ യൂസ് എങ്ങനെയാണ് എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് നമ്മുടെ ട്യൂട്ടോറിയൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. കാരണം നിങ്ങളെ കമൻറ്റ് ആണ് എനിക്കുള്ളൊരു പ്രോത്സാഹനം നെക്സ്റ്റ് വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇല്ലുസ്ട്രേറ്റർ പഠിക്കണമെങ്കിൽ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് ടൂൾസിൻ്റെ ട്യൂട്ടോറിയൽസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫോട്ടോഷോപ്പിൻ്റെ ട്യൂട്ടോറിയൽസും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവർ വെയിറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.